ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ M1, M2 എന്നീ രണ്ട് മാസുകൾക്ക് വൺ ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ടാവുന്നു. കൊളീഷന് ശേഷമുള്ള ഈ രണ്ട് മാസുകളുടെയും വെലോസിറ്റി എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനായി ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു, അഥവാ എക്സ് ആക്സിസ് ആണ് ഇതെന്ന് കരുതാം. എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു M1 മാസ് കൺസിഡർ ചെയ്യുന്നു. M1ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 ആണ്. അതുപോലെ മറ്റൊരു മാസ് M2 കൺസിഡർ ചെയ്യുന്നു. M2ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U2. ബിഫോർ കൊളീഷൻ M1ഉം M2ഉം കൂട്ടിയിടിക്കുന്നതിന് മുമ്പ് M1 എന്ന മാസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1ഉം M2 എന്ന മാസിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U2ഉമാണ്. ഈ രണ്ട് മാസുകൾക്കും ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ടാവുന്നു എന്ന് കരുതാം. ഇലാസ്റ്റിക് കൊളീഷന് ശേഷം M1 മാസിൻ്റെ വെലോസിറ്റി V1 ആയി മാറുന്നു. അതുപോലെ M2 മാസിൻ്റെ വെലോസിറ്റി V2 ആയി മാറുന്നു. കൊളീഷന് ശേഷം M1ൻ്റെ വെലോസിറ്റി U1ൽ നിന്നും V1 ആയി മാറി M2ൻ്റെ വെലോസിറ്റി U2ൽ നിന്നും V2 ആയി മാറി. ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് ടോട്ടൽ ലീനിയർ മൊമെൻറ്റവും ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ആദ്യം ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ് എന്ന് കൺസിഡർ ചെയ്യാം. അതായത് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം ആയിരിക്കും. കൊളീഷന് മുമ്പ് M1 എന്ന മാസിൻ്റെ മൊമെൻറ്റം M1 U1 മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മൊമെൻറ്റം കിട്ടും. അതുകൊണ്ട് കൊളീഷന് മുമ്പ് M1 എന്ന മാസിൻ്റെ മൊമെൻറ്റം M1 U1 പ്ലസ് M2 എന്ന മാസിൻ്റെ മൊമെൻറ്റം M2 U2 ഈക്വൽ ടു കൊളീഷന് ശേഷം M1 എന്ന മാസിൻ്റെ വെലോസിറ്റി V1 ആണ്. അതുകൊണ്ട് കൊളീഷന് ശേഷം M1ൻ്റെ മൊമെൻറ്റം M1 V1 പ്ലസ് അതുപോലെ M2ൻ്റെ മൊമെൻറ്റം M2 V2. കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം എന്നത് M1 U1 പ്ലസ് M2 U2 ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം M1 V1 പ്ലസ് M2 V2. ഈ ഇക്വേഷനിൽ LHSലുള്ള M2 U2 RHSലേക്കും M1 V1 LHSലേക്കും എടുക്കുന്നു. M1 U1 മൈനസ് M1 V1 ഈക്വൽ ടു M2 V2 മൈനസ് M2 U2. M2 U2 എന്ന ടേം RHSലേക്ക് എടുത്തു, അതുകൊണ്ട് ആ ടേം നെഗറ്റീവായി. അതുപോലെ RHSലുള്ള M1 V1 എന്ന ടേം LHSലേക്ക് എടുത്തു, അതും നെഗറ്റീവായി. M1 U1 മൈനസ് M1 V1 ഈക്വൽ ടു M2 V2 മൈനസ് M2 U2. LHSലുള്ള രണ്ട് ടേമുകളിലും M1 ഉണ്ട്, അതുകൊണ്ട് M1 കോമൺ ആയി എടുക്കുന്നു. M1 ഇൻറ്റു U1 മൈനസ് V1 ഈക്വൽ ടു, അതുപോലെ RHSലുള്ള ഈ രണ്ട് ടേമിലും M2 ഉണ്ട്, അതുകൊണ്ട് M2 കോമൺ ആയി എടുക്കുന്നു. M2 ഇൻറ്റു V2 മൈനസ് U2. ഈ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊളീഷനാണ്. എല്ലാ ഇലാസ്റ്റിക് കൊളീഷനിലും ലീനിയർ മൊമെൻറ്റവും ടോട്ടൽ കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അതുകൊണ്ട് അടുത്തതായി കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ നോക്കാം. ടോട്ടൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു കൊളീഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജി ആയിരിക്കും. കൊളീഷന് മുമ്പുള്ള ആദ്യത്തെ മാസിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് M1 U1 സ്ക്വയർ ആയിരിക്കും, പ്ലസ് രണ്ടാമത്തെ മാസിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ ആയിരിക്കും. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ ആയിരിക്കും. ഇവിടെ ഹാഫ് M1 U1 സ്ക്വയർ എന്നത് M1 മാസിൻ്റെ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയാണ്, പ്ലസ് അതുപോലെ M2 മാസിൻ്റെ കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജിയാണ് ഹാഫ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ എന്നത് M1 മാസിൻ്റെ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയാണ്, പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ എന്ന ടേം M2 മാസിൻ്റെ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജിയാണ്. ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ എന്നത് കൊളീഷന് മുമ്പുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്, ഈക്വൽ ടു ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ എന്നത് കൊളീഷന് ശേഷമുള്ള ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയതുകൊണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ഇവിടെ LHSലെ രണ്ട് ടേമുകളിലും ഹാഫ് ഉണ്ട്, അതുപോലെ RHSലുള്ള രണ്ട് ടേമുകളിലും ഹാഫ് ഉണ്ട്. അതുകൊണ്ട് LHSലും RHSലും ഹാഫ് കോമൺ ആയി എടുക്കുന്നു. ഹാഫ് ഇൻറ്റു M1 U1 സ്ക്വയർ പ്ലസ് M2 U2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു M1 V1 സ്ക്വയർ പ്ലസ് M2 V2 സ്ക്വയർ. LHSലെയും RHSലെയും ഹാഫ് ക്യാൻസൽ ചെയ്യുന്നു. M1 U1 സ്ക്വയർ പ്ലസ് M2 U2 സ്ക്വയർ ഈക്വൽ ടു
m1 v1 സ്ക്വയർ പ്ലസ് m2 v2 സ്ക്വയർ. m2 u2 സ്ക്വയർ എന്ന ടേം ആർ എച്ച് എസിലേക്കും m1 v1 സ്ക്വയർ എന്ന ടേം എൽ എച്ച് എസിലേക്കും എടുക്കുന്നു. m1 u1 സ്ക്വയർ മൈനസ് m1 v1 സ്ക്വയർ ഈക്വൽ ടു m2 v2 സ്ക്വയർ മൈനസ് m2 u2 സ്ക്വയർ. എൽ എച്ച് എസിലുള്ള ഈ രണ്ട് ടേമിലും m1 ഉണ്ട്, അതുകൊണ്ട് m1 കോമൺ ആയി എടുക്കുന്നു. m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു, അതുപോലെ ആർ എച്ച് എസിലുള്ള ഈ രണ്ട് ടേമിലും m2 ഉണ്ട്, അതുകൊണ്ട് m2 കോമൺ ആയി എടുക്കുന്നു. m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. എൽ എച്ച് എസിലെയും ആർ എച്ച് എസിലെയും ബ്രാക്കറ്റിനകത്ത് വരുന്ന ഈ രണ്ട് ടേമുകളും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ്. ഈ രണ്ട് ടേമുകളെയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതുന്നു. m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയറിനെ u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 എന്ന ഫോമിൽ എഴുതുന്നു. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന ടേമിനെയും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോമിൽ എഴുതുന്നു. v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2. ഈ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ 1 എഴുതുന്നു. m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ഇവിടെ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 1ഉം കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 2/1 ചെയ്യുന്നു. ആദ്യം ഇക്വേഷൻ 2ൻ്റെ എൽ എച്ച് എസ് എഴുതാം. m1 ഇൻറ്റു u1 പ്ലസ് v1 ഇൻറ്റു u1 മൈനസ് v1 ഡിവൈഡഡ് ബൈ അടുത്ത ഇക്വേഷൻ 1ൻ്റെ എൽ എച്ച് എസ് m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു അടുത്തത് ഇക്വേഷൻ 2ൻ്റെ ആർ എച്ച് എസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 പ്ലസ് u2 ഇൻറ്റു v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1ൻ്റെ ആർ എച്ച് എസ് m2 ഇൻറ്റു v2 മൈനസ് u2. ഇവിടെ എൽ എച്ച് എസിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും m1 ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന u1 മൈനസ് v1 എന്ന ടേം ക്യാൻസൽ ചെയ്യുന്നു. ആർ എച്ച് എസിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്ന m2 ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ v2 മൈനസ് u2 എന്ന ടേമുകളും ക്യാൻസൽ ചെയ്യുന്നു. അവശേഷിക്കുന്നത് u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. u1 പ്ലസ് v1 ഈക്വൽ ടു v2 പ്ലസ് u2. ഈ ഇക്വേഷൻ 3 എന്ന് മാർക്ക് ചെയ്യുന്നു. v1 ആർ എച്ച് എസിലേക്കും u2 എൽ എച്ച് എസിലേക്കും എടുക്കുന്നു. u1 മൈനസ് u2 ഈക്വൽ ടു v2 മൈനസ് v1. u1 മൈനസ് u2 എന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് m1 വിത്ത് റെസ്പെക്ട് ടു m2 ആണ് ബിഫോർ കൊളീഷൻ. ഇതിനെ u12 എന്ന് എഴുതുന്നു. ഈക്വൽ ടു v2 മൈനസ് v1 എന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സെക്കൻഡ് മാസ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മാസ് ആണ് ആഫ്റ്റർ കൊളീഷൻ. ഇതിനെ v21 എന്ന് എഴുതുന്നു. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് m1 വിത്ത് റെസ്പെക്ട് ടു m2 ബിഫോർ കൊളീഷൻ ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ഓഫ് m2 വിത്ത് റെസ്പെക്ട് ടു m1 ആഫ്റ്റർ കൊളീഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനാണ് ഇക്വേഷൻ 3. ഇക്വേഷൻ 3യെ v2 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. v2 ഈക്വൽ ടു v1 പ്ലസ് u1 മൈനസ് u2. ഈ ഇക്വേഷൻ 4 എന്ന് മാർക്ക് ചെയ്യുന്നു. v2 ഈക്വൽ ടു എന്ന ഈ ഇക്വേഷനിൽ v2ൻ്റെ വില ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷൻ 1. ഈ ഇക്വേഷനിൽ v2ന് പകരം v1 പ്ലസ് u1 മൈനസ് u2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. m1 ഇൻറ്റു u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2ന് പകരം v1 പ്ലസ് u1 മൈനസ് u2 മൈനസ് u2 സിംപ്ലിഫൈ ചെയ്യുന്നു. ഈക്വൽ ടു m2 കൊണ്ട് എല്ലാ ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. m2 v1 പ്ലസ് m2 u1 മൈനസ് m2 u2 മൈനസ് m2 u2. എൽ എച്ച് എസിൽ m1 കൊണ്ട് ഈ രണ്ട് ടേമുകളെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു ആർ എച്ച് എസിൽ ആദ്യത്തെ ടേം m2 v1 പ്ലസ് m2 u1 മൈനസ് ഇവിടെ രണ്ട് m2 u2 ടേം വരുന്നു, അതുകൊണ്ട് മൈനസ് 2 m2 u2. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് m1 u1 മൈനസ് m1 v1 ഈക്വൽ ടു m2 v1 പ്ലസ് m2 u1 മൈനസ് 2 m2 u2. മൈനസ് m1 v1 എന്ന ടേം ആർ എച്ച് എസിലേക്കും m2 u1 മൈനസ് 2 m2 u2 എന്ന ടേം എൽ എച്ച് എസിലേക്കും കൊണ്ടുവരുന്നു. m1 u1 മൈനസ് m2 u1 പ്ലസ് 2 m2 u2 ഈക്വൽ ടു m1 v1 പ്ലസ് m2 v1. ആദ്യത്തെ ഈ രണ്ട് ടേമുകളിലും u1 കോമൺ ആയി എടുക്കുന്നു. m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2 m2 u2 ഈക്വൽ ടു ആർ എച്ച് എസിലെ ഈ രണ്ട് ടേമുകളിലും v1 കോമൺ ആയി എടുക്കുന്നു. v1 ഇൻറ്റു m1 പ്ലസ് m2. ഇതേ ഇക്വേഷനെ തിരിച്ചെഴുതുന്നു. v1 ഇൻറ്റു m1 പ്ലസ് m2 ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2 m2 u2.
ഈ ഇക്വേഷനെ v1 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. m1 പ്ലസ് m2 എന്ന ടേം RHSലേക്ക് എടുക്കുന്നു. v1 ഈക്വൽ ടു m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 m1 പ്ലസ് m2. ഇക്വേഷൻ 5 എന്ന് മാർക്ക് ചെയ്യുന്നു. കൊളീഷന് ശേഷം m1 എന്ന മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് v1. ഈ വെലോസിറ്റി തരുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ 5. നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇക്വേഷൻ 3. ഈ ഇക്വേഷനെ v1 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. v1 ഈക്വൽ ടു v2 പ്ലസ് u2 മൈനസ് u1. ഇക്വേഷൻ 1ൽ v1ന് പകരം v2 പ്ലസ് u2 മൈനസ് u1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ ഇക്വേഷനാണ് ഇക്വേഷൻ 1. ഈ ഇക്വേഷനിൽ നേരത്തെ v2ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ ഇപ്പോൾ v1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v1ന് പകരം v2 പ്ലസ് u2 മൈനസ് u1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. m1 ഇൻറ്റു u1 മൈനസ് അടുത്തതായി v1ന് പകരം മൈനസ് ഓഫ് v2 പ്ലസ് u2 മൈനസ് u1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ഈ നെഗറ്റീവ് 3 ടേമുകൾക്കും നൽകുന്നു. m1 ഇൻറ്റു u1 മൈനസ് v2 മൈനസ് u2 രണ്ട് മൈനസ് വരുന്നതുകൊണ്ട് u1 പോസിറ്റീവ് ആകും പ്ലസ് u1 ഈക്വൽ ടു m2 കൊണ്ട് ഈ രണ്ട് ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. m2 v2 മൈനസ് m2 u2. m1 ഇൻറ്റു രണ്ട് u1 ടേമുകളുണ്ട്, അതുകൊണ്ട് u1 പ്ലസ് u1 2u1 മൈനസ് v2 മൈനസ് u2 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് m1 ഇൻറ്റു 2u1 മൈനസ് v2 മൈനസ് u2 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. m1 കൊണ്ട് ഈ 3 ടേമുകളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2m1 u1 മൈനസ് m1 v2 മൈനസ് m1 u2 ഈക്വൽ ടു m2 v2 മൈനസ് m2 u2. ഇവിടെ v2 വരുന്ന m1 v2 എന്ന ടേം RHSലേക്കും m2 u2 എന്ന ടേം LHSലേക്കും എടുക്കുന്നു. 2m1 u1 പ്ലസ് m2 u2 മൈനസ് m1 u2 ഈക്വൽ ടു m2 v2 പ്ലസ് m1 v2. 2m1 u1 പ്ലസ് ഈ രണ്ട് ടേമുകളിലും u2 ഉണ്ട്, u2 കോമൺ ആയി എടുക്കുന്നു. u2 ഇൻറ്റു m2 മൈനസ് m1 ഈക്വൽ ടു ഈ രണ്ട് ടേമുകളിലും v2 കോമൺ ആയി എടുക്കുന്നു. v2 ഇൻറ്റു m1 പ്ലസ് m2. ഈ ഇക്വേഷനെ v2 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. v2 ഈക്വൽ ടു u2 ഇൻറ്റു m2 മൈനസ് m1 പ്ലസ് 2m1 u1 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഈ ഇക്വേഷനെ 6 എന്ന് മാർക്ക് ചെയ്യുന്നു. കൊളീഷന് ശേഷം m2 എന്ന മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് v2. ഈ വെലോസിറ്റി തരുന്ന ഇക്വേഷനാണ് ഇക്വേഷൻ 6. അടുത്തതായി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കേസസ് നോക്കാം. കേസ് 1. ഇഫ് ദ കൊളൈഡിംഗ് ബോഡീസ് ഹാവ് സെയിം മാസ്, m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m. അതായത് കൊളൈഡ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾക്കും ഒരേ മാസാണ് എങ്കിൽ ഇക്വേഷനുകൾക്ക് എന്തൊക്കെ മാറ്റം വരുമെന്ന് നോക്കാം. ആദ്യം v1ൻ്റെ ഇക്വേഷൻ m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇത് നേരത്തെ v1 കണ്ടെത്തിയ ഇക്വേഷനാണ്. കൊളീഷന് ശേഷം m1 മാസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് v1. ഈ ഇക്വേഷനിൽ m1നും m2നും പകരം m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v1 ഈക്വൽ ടു m1ന് പകരം m മൈനസ് m2ന് പകരവും m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു u1 പ്ലസ് 2 ഇൻറ്റു m2ന് പകരം m u2 ഹോൾ ഡിവൈഡഡ് ബൈ m പ്ലസ് m. സിംപ്ലിഫൈ ചെയ്യുന്നു. ഈക്വൽ ടു m മൈനസ് m 0 ഇൻറ്റു u1 പ്ലസ് 2m u2 ഡിവൈഡഡ് ബൈ m പ്ലസ് m എന്നത് 2m ആയി മാറും. ന്യൂമറേറ്ററിൽ 0 ഇൻറ്റു u1 എന്ന ഈ ടേം 0 ആയി മാറും. അവശേഷിക്കുന്നത് 2m u2 മാത്രമാണ്. ഈക്വൽ ടു 0 പ്ലസ് 2m u2 ഡിവൈഡഡ് ബൈ 2m ഈക്വൽ ടു 2m u2 ബൈ 2m. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2m ക്യാൻസൽ ചെയ്യുന്നു. ഈക്വൽ ടു u2. v1 ഈക്വൽ ടു u2. കൊളൈഡ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾക്കും ഒരേ മാസാണ് എങ്കിൽ v1 ഈക്വൽ ടു u2 ആയിരിക്കും. v1 എന്നത് ആദ്യത്തെ മാസിൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്. u2 എന്നത് രണ്ടാമത്തെ മാസിൻ്റെ കൊളീഷന് മുമ്പുള്ള വെലോസിറ്റിയാണ്. അടുത്ത ഇതേ കണ്ടീഷൻ v2 എന്ന വെലോസിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടെത്തിയ ഇക്വേഷനാണ് ഇക്വേഷൻ 6. രണ്ടാമത്തെ മാസിൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് v2. ഈ ഇക്വേഷനിലും m1നും m2നും പകരം m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v2 ഈക്വൽ ടു u2 ഇൻറ്റു m2ന് പകരം m മൈനസ് m1ന് പകരവും m പ്ലസ് 2 ഇൻറ്റു m1ന് പകരം m u1 ഹോൾ ഡിവൈഡഡ് ബൈ m പ്ലസ് m ഈക്വൽ ടു u2 ഇൻറ്റു m മൈനസ് m 0 പ്ലസ് 2m u1 ഡിവൈഡഡ് ബൈ m പ്ലസ് m 2m.
u2 into 0, ഈ ടേം 0 ആയി മാറും, ഈക്വൽ ടു 0 പ്ലസ് 2m u1 ഡിവൈഡഡ് ബൈ 2m. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് v2 ഈക്വൽ ടു 2m u1 ബൈ 2m. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2m ക്യാൻസൽ ചെയ്യുന്നു, ഓർ v2 ഈക്വൽ ടു u1. v2 എന്നത് m2 മാസിൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്. u1 എന്നത് m1 മാസിൻ്റെ കൊളീഷന് മുമ്പുള്ള വെലോസിറ്റിയാണ്. അടുത്ത കേസ് 2, if the colliding bodies have same mass, m1 equal to m2 equal to m and m2 at rest, u2 equal to 0. അതായത് കൊളൈഡ് ചെയ്യുന്ന രണ്ട് വസ്തുക്കൾക്കും ഒരേ മാസും രണ്ടാമത്തെ മാസ് m2 റെസ്റ്റിലുമാണെങ്കിൽ v1 v2 എന്നീ ഇക്വേഷനുകൾക്ക് എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. കേസ് 1ൽ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m എന്ന കണ്ടീഷൻ നമ്മൾ കൊടുത്തു. അപ്പോൾ കിട്ടിയ ഇക്വേഷനാണ് v1 ഈക്വൽ ടു u2. ഇവിടെ u2 0 എന്ന കണ്ടീഷനാണ് ഇപ്പോൾ കേസ് 2ൽ കൊടുക്കുന്നത്. അതുകൊണ്ട് v1 equal to u2 equal to 0 or v1 equal to 0. That is m1 comes to rest after collision. അതായത് കൊളീഷന് ശേഷം m1 എന്ന മാസ് നിശ്ചലാവസ്ഥയിലേക്ക് വരുന്നു. അടുത്ത v2ൻ്റെ ഇക്വേഷൻ. കേസ് 1ൽ v2ന് കിട്ടിയ ഇക്വേഷൻ u1 ആണ്. അതുകൊണ്ട് അതേ ഇക്വേഷൻ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. രണ്ട് മാസുകളും തുല്യവും രണ്ടാമത്തെ മാസ് റെസ്റ്റിലുമാണെങ്കിൽ v1 equal to 0യും v2 equal to u1 എന്നും കിട്ടും. That is velocity of m2 after collision equal to velocity of m1 before collision. അതായത് m2ൻ്റെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റിയും m1ൻ്റെ കൊളീഷന് മുമ്പുള്ള വെലോസിറ്റിയും തുല്യമായിരിക്കും. അടുത്ത കേസ് 3, if m1 far greater than m2 and u2 equal to 0. m1 വളരെ വലുതും m2 വളരെ ചെറുതും m2 റെസ്റ്റിലുമാണെങ്കിൽ ഇക്വേഷനുകൾക്ക് എന്തൊക്കെ മാറ്റം വരുമെന്ന് നോക്കാം. m2 വളരെ ചെറുതായതുകൊണ്ട് m2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. v1 ഈക്വൽ ടു എന്ന ഇക്വേഷനാണിത്. ഇക്വേഷൻ 5ൽ m2നും u2നും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വൽ ടു m1 മൈനസ് m2ന് പകരം 0 ഇൻറ്റു u1 പ്ലസ് 2 ഇൻറ്റു m2ന് പകരം 0, 2 ഇൻറ്റു 0 ഇൻറ്റു u2ന് പകരവും 0 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2ന് പകരം 0. m1 u1 എന്ന് കിട്ടും. രണ്ടാമത്തെ ടേം മുഴുവനായും 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ m1 ഈക്വൽ ടു m1 u1 ഡിവൈഡഡ് ബൈ m1. m1 ക്യാൻസൽ ചെയ്യുന്നു, ഓർ v1 ഈക്വൽ ടു u1. നേരത്തെ കണ്ടെത്തിയ v2ൻ്റെ ഇക്വേഷനാണിത്. ഈ ഇക്വേഷനിൽ m2നും u2നും 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v2 ഈക്വൽ ടു u2ന് പകരം 0 ഇൻറ്റു m2ന് പകരവും 0 മൈനസ് m1 പ്ലസ് 2m1 u1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2ന് പകരം 0 ഇൻറ്റു വരുന്നത് കൊണ്ട് ഈ ടൈം മുഴുവനായും 0 ആവും. അവശേഷിക്കുന്നത് 2m1 u1 ഡിവൈഡഡ് ബൈ m1. m1 ക്യാൻസൽ ചെയ്യുന്നു, v2 ഈക്വൽ ടു 2u1. അടുത്ത കേസ് 4, if m2 far greater than m1 and u2 ഈക്വൽ ടു 0. m2 വളരെ വലുതും m1 വളരെ ചെറുതും m2ൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി കൊളീഷന് മുമ്പുള്ള വെലോസിറ്റി 0യുമാണ്. അതുകൊണ്ട് m1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. നേരത്തെ കണ്ടെത്തിയ v1ൻ്റെ ഇക്വേഷനാണ് ഇക്വേഷൻ 5. ഈ ഇക്വേഷനിൽ m1നും u2നും പകരം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v1 ഈക്വൽ ടു m1ന് പകരം 0 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് 2 ഇൻറ്റു m2 ഇൻറ്റു u2ന് പകരം 0 ഹോൾ ഡിവൈഡഡ് ബൈ m1ന് പകരം 0 പ്ലസ് m2. ഇവിടെ ന്യൂമറേറ്ററിലെ രണ്ടാമത്തെ ടേമിൽ ഇൻറ്റു 0 വരുന്നത് കൊണ്ട് ഈ ടേം മുഴുവനായി 0 ആയി മാറും. അവശേഷിക്കുന്നത് v1 ഈക്വൽ ടു മൈനസ് m2 u1 ഡിവൈഡഡ് ബൈ m2. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും m2 ക്യാൻസൽ ചെയ്യുന്നു, ഓർ v1 ഈക്വൽ ടു മൈനസ് u1. അടുത്തതായി ഇതേ കണ്ടീഷൻ v2ൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നു. നേരത്തെ കണ്ടെത്തിയ v2ൻ്റെ ഇക്വേഷനാണിത്, ഇക്വേഷൻ 6. ഈ ഇക്വേഷനിലും m1നും u2നും പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v2 ഈക്വൽ ടു u2ന് പകരം 0 ഇൻറ്റു m2 മൈനസ് m1ന് പകരം 0 പ്ലസ് 2 ഇൻറ്റു m1ന് പകരം 0 ഇൻറ്റു u1 ഹോൾ ഡിവൈഡ് ബൈ m1ന് പകരം 0 പ്ലസ് m2. ഇവിടെ ന്യൂമറേറ്ററിലെ ആദ്യത്തെ ടേമിൽ ഇൻറ്റു 0 വരുന്നുണ്ട്. അതുപോലെ ന്യൂമറേറ്ററിലെ രണ്ടാമത്തെ ടേമിലും ഇൻറ്റു 0 വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടേമുകളും 0 ആയിരിക്കും. 0 ബൈ m2 ഓർ v2 ഈക്വൽ ടു 0.